ആശുപത്രി മാനേജ്മെന്റ് ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പിടാൻ തയ്യാറായതോടെ നഴ്സുമാരുടെ സമരം അവസാനിച്ചു. ഇന്ന് കാലത്ത് ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധി ജില്ലാ ലേബർ ഓഫീസർ മുൻപാകെയാണ് ധാരണയിൽ ഒപ്പിട്ടത്. ഇതോടെ 62 ദിവസമായി തുടരുന്ന സമരം അവസാനിച്ചു. സമരം ചെയ്ത ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ്, ബിജോഷ് ജോസഫ്, പ്രസാദ്, മാനേജ്മെന്റ് പ്രതിനിധി നിതീഷ് എന്നിവരാണ് ധാരണയിൽ ഒപ്പിട്ടത്. ഞാനിവിടെ കൊയിലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാനിവിടെ കൊയിലിൽ തന്നെ പഠിച്ചൊരു സ്റ്റുഡൻറ്റും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 62 ദിവസം സമരം ചെയ്തിട്ട് രാപ്പകൽ സമരം ഉണ്ടായിരുന്നു, നിരാഹാര സമരം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം ഉണ്ടായിട്ടും 6 ഹോസ്പിറ്റലായിരുന്നു ടോട്ടൽ സമരത്തിനുണ്ടായേ. 5 ഹോസ്പിറ്റൽ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒപ്പിട്ടെങ്കിലും നമ്മളെ ഹോസ്പിറ്റലിൽ മാത്രം ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ കുറേ പ്രാവശ്യം നമ്മളെ അതായത് ഒപ്പിടുന്ന പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞ് പറ്റിക്കുകയല്ലാതെ വേറൊന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇന്നലെ ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് തന്നെ അയാളെ ഞങ്ങൾ തടയുകയും ചെയ്തേ. അയാളായിരുന്നു ഇതിനൊന്നും നിൽക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഹ്ലാദം പങ്കിട്ട് നഴ്സുമാർ മധുരം വിതരണം ചെയ്തു. ഇന്ന് രാവിലെ കൊയിലി ആശുപത്രിക്ക് മുന്നിൽ സമര പരമ്പരയായിരുന്നു. ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് നടത്തിയ ഒത്തുതീർപ്പ് കരാറിൽ കൊയിലി മാനേജ്മെന്റ് ഒപ്പുവെക്കാത്തതിൽ പ്രതിഷേധവുമായാണ് യുവജന സംഘടനകൾ രാവിലെ മുതൽ ഉപരോധ സമരവുമായി ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടുത്തിയത്. സജീവ് ജോസഫ് MLAയും സമരപ്പന്തലിലെത്തി. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആശുപത്രി ഉപരോധിച്ച് നടത്തിയ സമരം ജില്ലാ പ്രസിഡന്റ് KK ഷിനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് തഫ്ലി മാണിയാട്ട് അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ഷബീർ എടയന്നൂർ സ്വാഗതം പറഞ്ഞു. ഷാക്കിർ അടൂർ, ജംഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. AIYF പ്രവർത്തകർ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിന് ജില്ലാ സെക്രട്ടറി KV സാഗർ, KV പ്രശോഭ്, KV രജീഷ്, PK മിഥുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആശുപത്രിക്ക് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, മഹിത മോഹൻ, മിഥുൻ മറോളി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി N സുകന്യ, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KM സ്വപ്ന, E ബീന, K ലത, DCC ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എളയാവൂർ, നൌഷാദ് ബ്ലാത്തൂർ, സംയുക്ത സമരസമിതി നേതാക്കളായ റഷീദ് കവായി, അഡ്വക്കേറ്റ് അജയകുമാർ, റൈജു ജെയ്സൺ, KP പ്രശാന്ത് തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.